കൺവേർട്ട് ചെയ്യാറുണ്ട്. നമ്മൾ കൂടുതൽ കോട്ടണം. ഇവിടെ ഈ ബെഞ്ചിൽ എന്നിട്ട് വേണം നമ്മളിങ്ങനെ സെഷൻ. താങ്ക് യു സോ മച്ച്. Hello guys. It's vlog time again. We are in Sadhu House now and it is located in Kuwait City. So back with another epic vlog and let's roll and you're watching Priyanka Pradeep Vlogs. സഡു ഹൗസ് കുവൈറ്റ് സിറ്റിയിലുള്ള ഒരു കൾച്ചറൽ സെന്റർ ആൻഡ് ഹെറിറ്റേജ് മ്യൂസിയം ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു പ്രിസർവിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ദ ട്രഡീഷണൽ ബെഡൂയിൻ ടെക്സ്റ്റൈൽ വീവിംഗ് ആർട്ട് നോൺ ആസ് അൽ സഡു. ഇവിടെ ട്രഡീഷണൽ ബെഡൂയിൻ ടെക്സ്റ്റൈൽസ്, ഓൾ വീവിംഗ് ടെക്നിക്സ് ഒക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവർ കൾച്ചറൽ ഇവന്റ്സ്, എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസും നടത്താറുണ്ട്. താങ്ക് യു സോ മച്ച്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനെ അവർ ടീയും ഡേറ്റ്സും പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും തന്നിട്ടാണ് വെൽക്കം ചെയ്യുന്നത്. ആദ്യം തന്നെ ഞങ്ങളുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്തത് ദേ ഈ കാണുന്ന വീവിംഗ് പാറ്റേൺ ആണ്. 2020 അൽ സഡു വീവിംഗ് യുനെസ്കോയുടെ ലിസ്റ്റ് ഓഫ് ദി ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റിയുടെ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ട്രഡീഷണൽ ആർട്ടിനെ പ്രിസർവ് ചെയ്യാനും അത് വേൾഡിൽ നിന്ന് ഡിസപ്പിയർ ആയി പോവാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ലാസ്റ്റ് വ്ലോഗായ അൽകൂത്ത് മോളിൽ ഈ സഡു ഹൗസിന്റെ എക്സിബിഷൻ ആയിരുന്നു കാണിച്ചിരുന്നത്. ഞങ്ങളുടെ അൽകൂത്ത് മോളിന്റെ വ്ലോഗ് കാണാത്തവർക്ക് ആ വ്ലോഗിന്റെ കാർഡ് ഇവിടെ ആഡ് ചെയ്യാം. ഇത് അവരുടെ പഴയ ടെന്റ് ഡെപ്പിക്ട് ചെയ്തിരിക്കുക പടമൊക്കെ വെച്ചിട്ട് നമ്മുടെ ദിവാലി ഏരിയയില്ലേ അതാ കാണിച്ചിരിക്കുന്നത്. ഈ ബെഡൂയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ നൊമാഡിക് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അവര് അങ്ങനത്തെ അവർ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം അതൊക്കെ ഇങ്ങനെ കാണിച്ചിരിക്കുകയാണ്. അന്ന് അവർ യൂസ് ചെയ്തിരുന്ന പോട്ട്സും യൂട്ടൻസിൽസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം ഇത്രയും ബെഞ്ചസ് എന്തിനായിട്ടതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഇവര് ഒരു ചെറിയ സെഷൻ നമുക്ക് തരും. എന്താണ് ദ സഡു ഹൗസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വീവിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസും അതുപോലെ അവരുടെ ആ ഒരു കൾച്ചറും ഹെറിറ്റേജും അതിന്റെ എല്ലാ സെഷനും തരുന്ന ഒരു റൂമാണിത്. സോ ദേ പ്രൊവൈഡ് TV ഹിയർ. അപ്പൊ ഇവിടെ ഈ ബെഞ്ചിൽ എന്നിട്ട് വേണം നമ്മളിങ്ങനെ സെഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഈ ഓരോ ഇതിലെ ഈ ഒരു കാർപ്പറ്റ് അടുക്കുകയാണെങ്കിൽ അതിലെ ഓരോ കളേഴ്സിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഓരോ കളേഴ്സ് എങ്ങനെ ഫോം ചെയ്തു അത് ഒക്കെ പറഞ്ഞു തരുന്ന ഒരു സെഷനാണ് നമുക്ക് ഈ TV ഇനി കാണാൻ പോകുന്നത്. Their own portable art in which the women gave rein to their creative instincts. And it's the Bedouin word for weaving is derived from a classical Arab spin. The different yarns have different functions. പണ്ട് സ്കൂളിൽ സിനിമ കണ്ട ഒരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്കപ്പോൾ തോന്നിയത് കേട്ടോ. ഞങ്ങളും സഡു ഹൗസിന്റെ പ്രസന്റേഷൻ കണ്ടു തുടങ്ങി. ഒത്തിരി കാര്യങ്ങൾ ആ പ്രസന്റേഷനിൽ ഉണ്ടായിരുന്നു. ഈ വീവിംഗ് പാറ്റേണിലെ കളേഴ്സിനും ഡിസൈൻസിനും ഓരോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അവരുടെ ട്രൈബിന്റെ ഐഡന്റിറ്റി, സ്റ്റേറ്റസ്, പേഴ്സണൽ സ്റ്റോറീസ് ഒക്കെ കളേഴ്സ് ചൂസ് ചെയ്യുന്നതിന് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ലൈക്ക് റെഡ് റിപ്രസെന്റ്സ് ലൈഫ്, ബ്ലാക്ക് റിപ്രസെന്റ്സ് പ്രൊട്ടക്ഷൻ, വൈറ്റ് എന്ന് വെച്ചാൽ പ്യൂരിറ്റി, ഗ്രീൻ എന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റി ആൻഡ് യെല്ലോ മീൻസ് സാൻഡ്. എല്ലാം ഡെസേർട്ട് തീം കളേഴ്സ് ആണ്. പിന്നെ ചില ഷേപ്സ് ലൈക്ക് ഡയമണ്ട്സ്, സിഗ്സാഗ്സ്, സ്ട്രൈപ്സ് ഇവയൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് മെറൈറ്റൽ സ്റ്റേറ്റസ്, റീജിയൻ, സ്പിരിച്വൽ ബിലീഫ്സ് എന്നൊക്കെയാണ്. അങ്ങനെ സഡു ഹൗസിന്റെ പ്രസന്റേഷൻ ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഇനി അടുത്ത റൂമിലേക്ക് പോവുകയാണ്.
ഈ റൂമിൽ അവരവരുടെ എങ്ങനെയാണ് അവർ ത്രെഡ്സ് ഉണ്ടാക്കിയിരുന്നതെന്ന് കാണിക്കുന്ന സ്ഥലമാണ്. അവർ കൂടുതൽ ഇത് ഷീപ്പ്, ഗോഡ്സ് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാണ് സോഴ്സ് ചെയ്തിരുന്നത്. ഈ എന്താണ് അതിൻ്റെ ഹെയർ എടുത്തിട്ട് അവരത് ത്രെഡായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. നമ്മൾ കൂടുതൽ കോട്ടണും അതുപോലെ എന്താ ലിനൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കുന്നത് പോലെ അവരുടെ അന്ന് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് ആയിരുന്നു ഇതൊക്കെ. ഷീപ്പ്, ഗോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ വെച്ചിട്ട് ചെയ്തിരുന്നത്. ഇവിടെ ഉണ്ട് അത് ഷീപ്പ് ഹെയർ, ഗോട്ട് ഹെയർ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. അത് വെച്ചിട്ട് ഈ ടൂൾ വെച്ചിട്ട് അവരത് സ്പിൻ ചെയ്ത് ത്രെഡാക്കി. പിന്നെ ഇവിടെ അത് എങ്ങനെയാണ് വീവിങ് കാണിക്കുന്നത്. പല ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ സ്ട്രാൻഡ്സ് ആയിട്ട് വെച്ചിട്ട് അതിങ്ങനെ വീവ് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. അതിൽ അവര് ഈ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഗോഡ് ഹോൺ ആണെന്ന് വെച്ചിരിക്കുന്നത്. ആ ഹോൺ വെച്ചിട്ട് അവര് ഇത് ഇങ്ങനെ ആ ത്രെഡിനെ നീറ്റ് ആക്കാന്ന് തോന്നുന്നു അല്ലേ? അതിന്റെ പ്രോസസ്സിന്റെ പാർട്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് ഗസൽ ഹോൺ. ഇത് ഈ മെറ്റീരിയലൊക്കെ അവർ എങ്ങനെയാണ് കളർ ചെയ്യുന്നത് എന്നുള്ളത് ഇതാണ്. നമ്മുടെ ഷീപ്പും ഗോൾഡും ഒക്കെ ഹെയർ ആകുമ്പോൾ അത് കളർലെസ് ആയിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ അത് ബ്ലാക്ക് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരത് വൈറ്റ് ആക്കും തോന്നുന്നു. കെമിക്കൽ ട്രീറ്റ്മെന്റ് അതിനുശേഷം അവരത് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിന് കളർ കൊടുക്കുന്നത്. പല കളേഴ്സ്, ടെർമറിക്, സാഫ്ലവർ, സാഫ്രോൺ ആണെന്ന് തോന്നുന്നു സാഫ്ലവർ എഴുതിയിരിക്കുന്നത്. പോമഗ്രാനൈറ്റ്, സ്കിൻ, ഹിബിസ്കസ്, കാർണേഷൻ ഫ്ലവേഴ്സ് അവിടെ ഉണ്ട് എന്തൊക്കെ. ഇതും അതുപോലെ കുറച്ച് കളേഴ്സാണ്. ഇതൊക്കെ നാച്ചുറൽ കളേഴ്സാണ്. അവിടെ അപ്പുറത്തെ സൈഡില് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കെമിക്കൽ ഡൈസ് ഉണ്ട്. അതും യൂസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. കെമിക്കൽ ഡൈസാ. ഇത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. സോ എന്താ പറയുക, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയും ഈജിപ്റ്റും ആയിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, ഭൂമി വീവിങ്ങിന്റെ കാര്യത്തിൽ അല്ലേ? അങ്ങോട്ട് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ജയ് ഹിന്ദ് കളർ കമ്പനി, മുംബൈ. പണ്ട് കാലത്തെ ജയ് ഹിന്ദ് കളർ കമ്പനി, മുംബൈ. അടുത്ത റൂമിൽ എത്തിയപ്പോൾ കണ്ടത് ഈ ഒരു കളക്ഷൻ ആയിരുന്നു. സംഭവം എന്താണെന്ന് വഴിയെ പറഞ്ഞു തരാം. ഈ റൂമിൽ ഫുള്ള് അവർ ക്യാമൽ ഓർണമെന്റ്സ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ സ്ഥിരമായി കാണുന്നത് ക്യാമലിന്റെ മേലെ വെക്കുന്ന ഈ ഒരു എന്താ പറയുക സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ അതിനെ ഡെക്കറേറ്റ് ചെയ്യുന്ന ഓർണമെന്റ്സ് ആണ് ഈ റൂമിൽ. ഈ സഡു ഫാബ്രിക് യൂസ് ചെയ്തിട്ടായിരുന്നു അന്ന് അവർ അവരുടെ ക്യാമൽസിനുള്ള ഡെക്കറേറ്റീവ് ഓർണമെന്റ്സ് ഉണ്ടാക്കിയിരുന്നത്. In addition to preserving and promoting Sadu weaving, Sadu House encourages innovation, supports local artisans, educates the public and younger generations, and researches traditional Bedouin techniques. ഈ അന്നത്തെ കാലത്തൊക്കെ പേൾ ഫിഷിങ്ങിൽ മെന്നായിരുന്നല്ലോ പോയിരുന്നത്. അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ ടൈമിൽ ഈ urban ഏരിയാസിലുള്ള ക്ലോത്തിങ് ഒക്കെ ഈ മെന്നായിരുന്നു വീവ് ചെയ്തിരുന്നത്. സോ അറബ് വാർഡ്രോബിൽ കാണുന്ന ക്ലോത്തിങ് ആണ് ഈ ഡിസ്പ്ലേ ചെയ്തിരുന്നതൊക്കെ. അവരുടെ സ്പെഷ്യൽ സെറമണി ഒക്കെ വരുമ്പോൾ അവർ ഈ ഒരു രീതിയിലുള്ള ഡ്രസ്സിംഗ് ആണ് ചെയ്യാറുള്ളത്. ഈ ഒരു റൂമിലാണ് ഇവർ കൾച്ചറൽ എക്സിബിഷൻ നടത്താറുള്ളത്. കൂടുതലും വിന്റർ ടൈമിലാണ്, അതായത് ഫ്രം നവംബർ ടു ഫെബ് അല്ലെങ്കിൽ മാർച്ച് വരെയൊക്കെ പോകാറുണ്ടെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട്. എന്തൊക്കെയാ ഉള്ളതെന്ന് അറിയത്തില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ സോവനിയേഴ്സ് ഒക്കെ. ഈ ഗിഫ്റ്റ് ഷോപ്പിൽ ഹാൻഡ്മെയ്ഡ് സഡു പ്രോഡക്ട്സ് ലൈക്ക് സ്കാർഫ്സ്, റഗ്സ്, ബാഗ്സ്, കുഷ്യൻസ്, കീ ചെയിൻസ്, ബുക്ക് മാർക്സ് ഒക്കെ അവൈലബിൾ ആണ്.
ഇതെല്ലാം ഒരു സോവനിയർ പോലെ മേടിച്ചു വെക്കാവുന്നതാണ്. പുറത്തെത്തിയപ്പോൾ ഇന്റർലോക്ക് ടൈൽസ് പോലും ഈ സഡു വീവിംഗ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞങ്ങൾ ഈ സഡു ഹൗസൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ പറയാൻ പോകുന്ന ഏട്ടാ? പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു പ്രിയങ്ക പ്രജിത്ത് വ്ലോഗ്സ്. ഗുഡ് നൈറ്റ്. ബൈ.